കർഷക കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ആഴത്തിലുള്ള ദൈവവിശ്വാസത്തിന്റെയും വഴികൾ താണ്ടി അസാധാരണ വിജയം കൈവരിച്ച കൊമേഴ്സ് ആചാര്യൻ ഡോക്ടർ ആന്റണി ജോസഫ് എന്ന ലാലച്ചൻ കല്ലമ്പള്ളി തളർച്ചകളിലും തടസ്സങ്ങളിലും പരാജയങ്ങളിലും പതറി നിൽക്കാതെ നിരന്തര ശ്രമത്തിലൂടെ ധാരാളം ശിഷ്യസമ്പത്തിനെ നേടി അവരുടെ മനസ്സിൽ വ്യത്യസ്ത ചിന്തയുടെ ഒരു സ്പാർക്ക് നൽകി മുന്നേറുന്ന അധ്യാപക ശ്രേഷ്ഠൻ. എളിമ കൊണ്ടും വിനയം കൊണ്ടും മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുവാൻ സാധിക്കുന്ന വ്യക്തിത്വം. റിസർച്ച് ഗൈഡ്, മോട്ടിവേഷണൽ സ്പീക്കർ, എഴുത്തുകാരൻ, കോളംനിസ്റ്റ്, കിടയറ്റ സംഘാടകൻ, സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മാനേജ്മെന്റ് രംഗത്തെ നിറം മങ്ങാത്ത ഓർമ്മകളുടെ കഴുത്തോടെ സാധാരണ കുടുംബത്തിൽ നിന്നും സ്ഥിര പരിശ്രമത്തിന്റെ പര്യായമായി ഹൈറേഞ്ചിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാമ്പും കാതലുമായി മാറിയ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാർ ഇന്ന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവ് എന്ന പൊൻപ്രഭയിൽ 1990 ജനുവരി 31 മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ അധ്യാപകനായി തുടക്കം കുറിച്ചു. നൂതന സമീപനത്തിന്റെ അകമ്പടിയോടെ റാങ്ക് നേട്ടങ്ങളിലേക്കും 100% വിജയത്തിലേക്കും വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തിയ ആചാര്യശ്രേഷ്ഠൻ. കേരളത്തിൽ നവവിദ്യാഭ്യാസത്തിന് നാന്ദി കുറിച്ച റവറന്റ് ഫാദർ ആന്റണി നിരപ്പേലിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി 1000 സൂര്യ തേജസ്സോടുകൂടി മിന്നിത്തിളങ്ങുന്ന ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന്റെ 33 വർഷത്തെ അധ്യാപന വഴിത്താരയിൽ ശിഷ്യഗണങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു? ഞാൻ ഡോക്ടർ മിഥുൻ ജോൺ. എൻ്റെ റിസർച്ച് ഗൈഡായിരുന്ന ഡോക്ടർ ആന്റണി ജോസഫ് സാറിന് ലഭിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് തീർച്ചയായും അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു റിസർച്ച് ഗൈഡ് എന്ന നിലയിൽ ഉത്തമമായ മാതൃകയാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാറ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം ചെയ്യാൻ ലഭിച്ച ആ ഒരു അവസരത്തെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാൻ അനിത തോമസ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കൊമേഴ്സ് വിഭാഗം അധ്യാപികയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആന്റണി സാർ ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കി എന്നറിഞ്ഞതിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. എന്നെപ്പോലെ 1000 വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകർന്നുകൊണ്ട് ഒരുപാട് കാലം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രകാശ ഗോപുരമായി നിലകൊള്ളുവാൻ ജഗദീശ്വരൻ സാറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹായ്, ഞാൻ അജിമോൻ രാഘവൻ. 1996 മുതൽ 7 വർഷം HBCയിൽ കൊമേഴ്സ് സ്റ്റുഡൻറ് ആയിരുന്നു. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ പ്രിയ ഗുരുനാഥൻ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിക്ക് ഹൃദ്യമായ ആശംസകൾ നേരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരി വിദ്യാർത്ഥികളെ സഹോദര സ്നേഹത്തോടെ ചേർത്ത് നിർത്തി കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സഹായിക്കുന്ന അധ്യാപന കുലപതിക്ക് കർമ്മപഥത്തിൽ കൂടുതൽ ഉയർച്ചകൾ നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമസ്കാരം. എൻ്റെ പേര് ബിന്ദു ജയസ്. ഞാൻ ഐച്ചാടി കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആന്റണി സാർ 5 വർഷം പഠിപ്പിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഞാൻ. എന്നിലേക്ക് ഒരു അധ്യാപിക ആകണം എന്നൊരു മോഹം പകർന്നു തന്ന അധ്യാപകനാണ് ആന്റണി സാർ. ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ട ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ തന്റെ ജീവിതത്തിൽ പകർത്തിയ എന്റെ പ്രിയ ഗുരുനാഥൻ ആന്റണി സാർ. ഡോക്ടർ താർസിസ് ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കിയ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനിയും നിരവധി അംഗീകാരങ്ങൾ സാറിന്റെ കഴിയുന്നതേ ആശംസിക്കുന്നു. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരി നല്ലൊരു സുഹൃത്തായി നിന്ന് സിമ്പിളായി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്ന സാറിന്റെ പ്രത്യേക രീതി ഇന്നും ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട്. പഠിപ്പിക്കുന്ന വിഷയത്തെ നമ്മുടെ ചുറ്റുമുള്ള ദൈനംദിന കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് പറഞ്ഞു തന്നിരുന്ന് കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും ഞങ്ങളെ സഹായിച്ചിരുന്നു. സാറിന്റെ ഇന്നത്തെ ഈ നേട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു. വി ആർ റിയലി പ്രൗഡ് ഓഫ് യു സർ. ഗോഡ് ബ്ലെസ് യു ഈവൻ മോർ. ഡോക്ടർ ഫ്രാൻസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയ മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് മുൻ പ്രൊഫസറും ഇപ്പോൾ പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് മേധാവിയുമായ ശ്രീ ആന്റണി ജോസഫ് കല്ലമ്പള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളായ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
കേരളത്തിലെ തന്നെ മികച്ച കോളേജ് അധ്യാപകനും സർവോപരി വിവിധ പുസ്തകങ്ങളുടെ രചയിതാവുമായ ആന്റണി സാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട അധ്യാപകനും അവരെല്ലാം ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയുമാണ്. വിദ്യാഭ്യാസ രംഗത്തെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമൂഹത്തിന് മാത്രമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ മുതൽക്കൂട്ടാകുന്ന ഒന്നായിരുന്നു. ഈ സാഹചര്യത്തിൽ ആന്റണി സാറിന് ലഭിച്ച എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡിൽ ഞങ്ങളെല്ലാം ഏറെ അഭിമാനിക്കുന്നു. ഒരിക്കൽ കൂടി ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് മൈക്കിൾ മാമൻ, കേരള GST ഡിപ്പാർട്ട്മെൻറ്റിൽ GST ഓഫീസറായി ജോലി ചെയ്യുന്നു. ഡോക്ടർ തർസീസ് ജോസഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് പെരുവന്താനം സെൻറ് ആന്റണീസ് കോളേജ് പ്രിൻസിപ്പലും ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ ആന്റണി ജോസഫ് സാറിന് ലഭിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. സാറിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ ലളിതവും എന്നാൽ സമഗ്രവുമായിരുന്നു. സാർ ഇപ്പോഴും തുടരുന്ന സ്നേഹാന്വേഷണത്തിനും വാത്സല്യത്തിനും വളരെ നന്ദിയും കടപ്പാടും ഉണ്ട്. തുടർന്നും വിദ്യാഭ്യാസ, ഗവേഷണ, സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഉന്നതമായ നേട്ടം സാറിന് കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എൻ്റെ പേര് നോബിൾ വർഗീസ്. ഞാൻ കേരള പോലീസ് വർക്ക് ചെയ്യുന്നു. 1988-90 കാലഘട്ടത്തിൽ മേലിയാവ് ഹെൻറി ബേക്കർ കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ച വ്യക്തിയാണ് ഞാൻ. ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ആന്റണി സാറ് മേലിയാവ് കോളേജിൽ പഠിപ്പിക്കാനായി എത്തുന്നത്. ഒരു നല്ല അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് തിരിച്ചറിവ് തന്ന അദ്ദേഹമാണ്. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ബഹുമാനപ്പെട്ട ആന്റണി സാറിന് എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഹായ്, ഐ ആം നജീബ് KP. ഇപ്പോൾ പ്രസൻറ്റ് ഗ്രംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ISNR 20 ഗ്രേഡിലുള്ള റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. ആദ്യമായി എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഡോക്ടർ ആന്റണി കല്ലമ്പള്ളി സാറിന് ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. 2001-2003 കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജ് മേലുകാവ് മറ്റത്തിൽ MCom PG വിദ്യാർത്ഥിയായി സാറിൻ്റെ 2 വർഷത്തെ ക്ലാസ്സിൽ എനിക്കിരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് സാറ് ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ ഉപദേശമായിരുന്നു, നിങ്ങളൊരു തൊഴിൽ അന്വേഷകരാകാതെ ഒരു തൊഴിൽ ദാതാവായി മാറണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങി എങ്ങനെ വിജയിപ്പിക്കാമെന്നുള്ളതും തുടർന്ന് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും വളരെ കൃത്യമായി സാറ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുവാനും അതിലൂടെ വളർച്ചയിൽ നേടി ഇന്ന് ഏതാണ്ട് 150ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാകുവാനും സാധിച്ചു. ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ എന്നെ ഏറെ പ്രചോദനം ചെയ്തിട്ടുള്ളത് സാറിൻ്റെ ഓരോ ക്ലാസ്സുകളിലൂടെ കിട്ടിയ അറിവ് മാത്രമാണ്. സാറിന് കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരുവാനും അതുപോലെ തന്നെ സാറിന് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, ഞാൻ സ്റ്റാൻലി MJ. ഞാൻ സഹകരണ വകുപ്പിൽ ഇടുക്കി ജില്ലയിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നു. ആന്റണി സാറിന് ഡോക്ടർ തർസീസ് ജോസഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഐക്കൺ അവാർഡ് ലഭിച്ചതായിട്ട് അറിയുന്നു. വളരെ സന്തോഷമുണ്ട്. ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഹായ്, എൻ്റെ പേര് ഹയോനിസ. ആദ്യം തന്നെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആന്റണി സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ഹെൻറി ബേക്കർ കോളേജ് മേലുകാവിലാണ് പഠിച്ചത്. 5 വർഷത്തോളം സാറിൻ്റെ വിദ്യാർത്ഥിനി അയക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. ഒട്ടും ജാടയില്ലാതെ സാധാരണക്കാരനായി നിന്നുകൊണ്ടാണ് അദ്ദേഹം കുട്ടികളോട് ഇടപെട്ടിരുന്നത്. അതുപോലെ പുതുതായി വരുന്ന ഓരോ കുട്ടിയുടെയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും അന്വേഷിച്ചറിയുന്ന കാര്യങ്ങൾ കുറിച്ചിടാൻ സാർ ഒരു ബുക്കും സൂക്ഷിച്ചിരുന്നു. ദൈവവിശ്വാസവും എളിമയും അതുപോലെ തന്നെ കഠിനാധ്വാനവും കൊണ്ട് ഇത്രയുമധികം ഉയരങ്ങൾ കീഴടക്കാൻ സാറിന് സാധിച്ചു. മുമ്പോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹായ്, ഐ ആം ലിജു തോമസ്. എന്തയാർ JJ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ്. ആദ്യമായി തന്നെ ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഡോക്ടർ ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
ഈ അവാർഡ് നേടാൻ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള അധ്യാപകൻ ആൻ്റണി സാറ് തന്നെയാണ്. കാരണം ഞങ്ങളുടെ ശിഷ്യഗണങ്ങൾ എന്നും അഭിമാനത്തോടു കൂടിയും എന്നും ആദരവോടുകൂടി കാണുന്ന ഒരു അധ്യാപകനാണ് ആൻ്റണി സാറ്. ഓരോ വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ കാണാനും അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കാനും സാറ് എപ്പോഴും തൽപരരായിരുന്നു. സാറിന് ഇനിയും ഒട്ടനവധി അവാർഡുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഡിഗ്രിയിലും PGയിലും സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സാറിൻ്റെ അധ്യാപകനായിരുന്നു. അതോടൊപ്പം സാറിൻ്റെ കീഴിൽ തന്നെയാണ് ഞാൻ PhDയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകൾക്കും നന്മകൾക്കും ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ജീവിതത്തിൽ അങ്ങോളം സാറിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ ആൻ്റണി ജോസഫ് സാർ. കഠിനാധ്വാനം കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടും തൻ്റെ കർമ്മമണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിദ്യാർത്ഥികൾക്കിടയിലും മാതാപിതാക്കളിലും സമൂഹത്തിലും ഒരുപോലെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തിത്വം. ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുമ്പോൾ സാറിൻ്റെ ശിഷ്യനായതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനം കൊള്ളുകയാണ്. അക്കാഡമിക് മേഖലയിൽ നിരവധി അവാർഡുകൾ തേടിയെത്തിയ സാറിന് ഈ അവസരത്തിൽ കിട്ടിയ ഈ അവാർഡ് അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും ഒരു 18കാരൻ്റെ ചുറുചുറുക്കോടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സാറിന് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. ഈ അവാർഡ് നൽകുന്ന വൻ സന്ദേശമുണ്ട്. ദൈവാശ്രയ ബോധവും കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും എക്കാലവും വിജയിക്കുമെന്നും, പ്രവൃത്തിയാണ് സത്യമെന്നും, കർമ്മമാണ് സത്യമെന്നും, നിഷ്കാമ കർമ്മമാണ് വിജയമെന്നും, വിജയം എന്നത് നിസ്വാർത്ഥ സേവനമെന്നും നമ്മെ ബോധ്യപ്പെടുത്തും. സൂര്യകിരണങ്ങളുടെ കൊടുമുടി ആദ്യം ഏറ്റുവാങ്ങി ഇരുണ്ട താഴ്വാരങ്ങളിലേക്ക് പ്രതിഫലിപ്പിച്ച് അജ്ഞതയാകുന്ന അന്ധകാരത്തെ നീക്കുവാൻ സർവാത്മന ശ്രമിക്കുന്ന കൊമേഴ്സ് ആചാര്യൻ ഡോക്ടർ ലാലിച്ചൻ കല്ലമ്പള്ളി. തനിക്ക് തുല്യം ഈ ഭൂമിയിൽ താൻ മാത്രമെന്നും ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി മുന്നേറുമ്പോൾ നമുക്കും അദ്ദേഹത്തിന് ആശംസകൾ നേരാം. പാതകൾ നേരെയാക്കി ഇനിയും കർമ്മവീഥിയിൽ നിഷ്കാമ കർമ്മം ചെയ്ത് ഈ മലനിരകളെ വിദ്യയാൽ ധന്യമാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന ആശംസയുമായി സെയിന്റ് ആന്റണീസ് കുടുംബത്തിന് വേണ്ടി മിസ് ജിനു തോമസ് സൈനിങ്.